അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല ഇതാര് സുബൈറ, നീ എപ്പോ വന്ന്? 2-3 ദിവസമായി വന്നിട്ട്. അതിന്റെ കയ്യിലെന്താണ്? ഇതാ അറാക്ക. എന്താണ് ഇങ്ങനെയൊക്കെ ദുശീലങ്ങളൊക്കെ തുടങ്ങിയല്ലേ? ഇതൊക്കെ പിന്നെ സർവ്വസാധാരണ അല്ലേടെ ഈ നാട്ടില്. അല്ല, നിന്നെ സുബഹിക്ക് പള്ളി കണ്ടില്ലല്ലോ? ഇന്നോ? അത് ഇന്നലെ രാത്രി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അതാ വേറൊന്നുമില്ല. എന്തൊരു അടി? അത് ഇന്നലെ ഒരു ഫിലിമിന് പോയതാടെ, വരാൻ കുറച്ച് ലേറ്റ് അത്രേ ഉള്ളൂ. ഫിലിമിന് പോയേ? എന്റെ പൊന്നളിയാ, നീ ഒന്ന് പതിയെ പറഞ്ഞ് നാട്ടുകാരെല്ലാം അറിയിക്കോ. ഫിലിമിന് ഇത്രയല്ലേ കുറ്റോ? നീ പോയത് പ്രശ്നമില്ലേ? പിന്നെ അതാ നീ പറയുന്നത് തന്നെ പ്രശ്നം. അല്ല അത് വിട്, നീ ഇപ്പൊ എവിടെ നിന്ന് തന്നെ? ഞാൻ ഇപ്പൊ ടൗണിൽ നിന്ന് ഒരുപാട് 5:30 മണിയായില്ലേ, വലിക്കാനായിട്ട് കൈയൊക്കെ കിടന്ന് വിറയ്ക്കുന്നു. അപ്പൊ ഒന്ന് വലിച്ചിട്ട് വരുന്ന വഴി അപ്പളാ നിന്നെ കണ്ട, അതുകൊണ്ടാട്ടോ. അത് നീ ചെയ്യാനല്ല നബിക്ക് എതിരാണല്ലോ. അല്ല, നിന്റെ കയ്യിലെന്തൊരു കിറ്റ്? കയ്യിലെന്തൊരു കിറ്റ്? വല്ല ബോംബാണോ? ഇതല്ലേ, ഇത് ബോംബാ. എവിടെന്നാ അറിയോ? നമ്മുടെ മറ്റേ ആ ജംഗ്ഷന്റെ സൈഡില് ഓറഞ്ചിക്കുന്ന നാസറാക്ക ഇല്ലേ, അയാളുടെ ട്രോളിൽ നിന്ന് വാങ്ങിയതാ. ഞാൻ വരുന്ന വഴി ഇങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ, എന്താ അറിയോ, 3 കിലോ ബോംബിന് 50 രൂപ. അപ്പൊ അങ്ങനെ നിനക്ക് വേണോ? അല്ല, നീയാണ്ട് ചോദിച്ചാണ്. അല്ല അതൊക്കെ നീ ഇപ്പൊ പഠിക്കുന്ന സ്ഥലത്ത് എങ്ങനെയാ, സെറ്റ് ആണോ? അടിപൊളി വൈബാണോ? അല്ല അന്നത്തെ പോലെ അടി പിടി മറ്റൊന്നും ഇല്ലല്ലോ? സെറ്റാണ്. എന്നാ കുഴപ്പമില്ല. പോക്കറ്റ് ഒന്ന് വീർത്തിരിക്കണത് അല്ല, കെട്ട് കാശുണ്ടാ? കെട്ട് കാശൊന്നും അല്ല, ഇത് ഒരു ഓറഞ്ചാ. നോക്കട്ടെ, ഇത് ഓറഞ്ച് ആളി നോക്കേണ്ട ആവശ്യമില്ല. ഓറഞ്ച് ഒന്നും അല്ലല്ലോ, പിന്നെ എന്തൊരു പൊടിയാണല്ലോ. ഓടാ മോനെ, അത് ഓറഞ്ചാ. മണക്കാൻ നിക്കല്ലേ, അത് ഓറഞ്ചും മാങ്ങാത്തൊലിയൊന്നല്ല, പൊടിയാ. കണ്ടാ മനസ്സിലാക്കൂടെ, എനിക്ക് ബ്രൗൺ ഷുഗർ ആയത്. ഞാൻ ടൗണിൽ പോയപ്പോ ഒരു കൂട്ടുകാരൻ വേറെ ഒരുത്തന്നെ തരാൻ തന്നു വിട്ടാ, വെറുതെ ആളെ ചുറ്റിക്കല്ലേ നീ. എറിയാക്കല്ലേ ഇത്, പിന്നെ എറിഞ്ഞാ നീ ഇതിന്റെ 2000 രൂപ നീ കൊടുക്കുവോ? അല്ല ഞാൻ കൊടുക്കണ്ട വരും. പോടാവെന്ന് വെറുതെ ആളെ ചുറ്റിക്കാൻ വേണ്ടി. എന്താ എന്റെ പ്ലാൻ? വെറുതെ എന്തിനാ ചൊറിയാൻ വരുന്നത്? എന്താണ് ഇങ്ങനെയൊക്കെ? നിന്റെ ഉദ്ദേശം എന്താടാ? അല്ലടാ മോനെ, നീ എന്തിനാ എന്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നത്? എന്റെ ഉദ്ദേശം നീ എന്തിനാ ചോദ്യം ചെയ്യുന്നത്? സ്വന്തം കാര്യം നോക്കി കിടന്നാ പോരോ. എന്റെ ഉദ്ദേശമല്ല ചോദ്യം ചെയ്യാൻ നിന്റെ പ്ലാനെങ്കിൽ മുട്ടുകാല് തല്ലോടിച്ചോ. വാട ഇങ്ങോട്ട് വാ. നടക്കും. അല്ല, നീ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ പ്ലാൻ എന്താടാ? എന്റെ പൊന്ന് സുബൈറ, നിനക്ക് എന്റെ പ്ലാനിനെ പറ്റി ഒന്നും അറിയത്തില്ല. നീ ഇപ്പൊ എന്നെ പറ്റി എന്ത് വിചാരിക്കുന്നു അതിനൊക്കെ 10 മടങ്ങ് ഉയരത്തിലെ എന്റെ പ്ലാൻ. ഞാൻ പറയട്ടെ എന്റെ പൊന്ന് സുബൈറ, ഞാൻ നേരെ ദുബായിലേക്ക് എന്താ പോരണോ? ദുബായിലേക്ക്? എനിക്ക് അവിടെ ദുബായിനോട് അവിടെ ഉള്ള ആൾക്കാരോട് സംസാരിക്കാൻ അറബി അറിയുള്ളൂ. എനിക്കൊക്കെ നിനക്ക് തോന്നണ്ട അറബി അറിയാതിനാ പോകുന്നത്? തോന്നണ്ട്. അത് നിന്റെ വെറും പൊട്ടത്തരാ. നീ എന്നോട് അറബി എന്താണോ ചോദിച്ചത്, ഞാൻ ഇപ്പൊ പറയും. എന്നാ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോണ വഴിക്ക് എങ്ങനെ പറയും? ആണ്ടവരെ കുടുങ്ങിയല്ല. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴിയല്ലേ, എന്റെ വീട്ടിൽ നിന്ന് വന്ന വഴി പറഞ്ഞാൽ ഞാൻ വെറുതെ വിടുത്തില്ലല്ലോ മനുഷ്യനെ. ഇപ്പൊ പറയാം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സൂപ്പർ അല്ലേ? ഞാൻ പണ്ടേ സൂപ്പറാണ്. പിന്നെ നിനക്ക് വേണം ഇംഗ്ലീഷും ചോദിക്കാട്ടോ. ഞാൻ ഇംഗ്ലീഷ് വലിയ പാണ്ഡിത്യം ലഭിച്ച ആളാണ്. അറബി അറിയാവുന്ന തന്നെയാണ് ഇംഗ്ലീഷ് അറിയാവുന്നത്. ഈ അറബിക്ക് എന്താ കുറ്റം? അത് തന്നെ, അതേപോലെ തന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന. അംബീഷനോ? കുടുങ്ങി തീർന്നു. അംബീഷൻ. നമ്പീഷൻ ഈസ് എ വെരി സോറി യു ആർ മലയാളി, ഐ ആം ഇംഗ്ലീഷ്. നമ്പീഷൻ ഈസ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ക്രഞ്ചി ആൻഡ് ക്രിസ്പി. എന്താ പൊളിയല്ലേ? ഇതൊക്കെ പഠിച്ചോണ്ടങ്ങാൾ ചെന്നാ അറബികളവിടെ ഭിത്തി മടിച്ചു കയറ്റും. നീ അങ്ങനെ ഒരു വർത്താനം പറയുന്നത്? എനിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടാളാ? ഭൗതികമായിട്ടാ? ഇസ്ലാമികപരമായിട്ട് എനിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടാളാ? നീ വലിയ ഒത്താതാ. ഞാൻ എല്ലാം സമ്മതിച്ചു, നീ വലിയ ഒത്താത് പഠിക്കാൻ പോയ കുട്ടിയാണ്, ഇതെല്ലാം. പക്ഷെ നിന്നെക്കാൾ ഇസ്ലാമികമായും ധാർമ്മികമായുള്ള എല്ലാവരും എനിക്കുണ്ട്. വേണം നിനക്ക് ചോദിക്കാം. 2 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഇസ്ലാമില് മുസ്ലിങ്ങൾ കൂടുതലായിട്ട് ചെല്ലണത് ഏതാണ്? ഇവൻ എന്താ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്?
ഞാൻ പറയാം. അതും കുടുങ്ങി. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ദിക്കർ ഞാൻ പറയാം. എടാ നീ ഏതേലും മൂലയിൽ പോയിരുന്നു പഠിച്ചെന്നും പറഞ്ഞു ഇപ്പോഴത്തെ ദിക്കറിനൊക്കെ ട്രെൻഡിങ് ഉണ്ട്. യാ റബ്ബി അവലൂസു അവലും വെള്ളത്തിലിട്ട് മൈസൂർ പഴം കുത്തിത്തെന്ന് ഉണക്കി തിന്നെ മുഅ്മിനീങ്ങളെ. എന്താ ഈ ദിക്കറൊക്കെ ഞങ്ങൾക്ക് മതി. ഇത് തെറ്റാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം. നീ ചോദിക്കും. എളുപ്പമാണ്, ഇതെങ്കിലും പറയാം. ഞാനിങ്ങനെ എളുപ്പത്തിന് ഇഷ്ടപ്പെടുന്ന ആളല്ല, നിനക്ക് അറിയത്തില്ലേ? ഞാൻ ചോദിക്കാം. നീ ചോദിക്കില്ല. ഇസ്ലാമിന്റെ 5 തൂണുകൾ ഏതൊക്കെയാണ്? ഇസ്ലാം തൂണല്ലേ? ഇവൻ എന്താ ഇങ്ങനത്തെ സിമ്പിളൊക്കെ ചോദിക്കുന്നേ? ഒന്ന് ഇസ്ലാമിന്റെ ഒരു തൂൺ സൗദിയില, അത് ഉറപ്പായിട്ടും. രണ്ടാമത്തെ ദുബായിലാണ്. മൂന്നാമത്തെ ഡൽഹിയിലല്ലേ? നാലാമത്തെ മലപ്പുറത്ത്. അങ്ങനെയൊന്നും അല്ല. പിന്നെ നമ്മ പണ്ട് മദ്രസയിൽ പഠിച്ചത് ഓർക്കണില്ലേ? ഒരു പാട്ട് പഠിച്ച ഓർക്കല്ലേ? ഇസ്ലാം. നീ ഇപ്പോഴും 1990-ലാണ് ജീവിക്കുന്നത്. പൊട്ട ഇപ്പോഴത്തെ പാട്ട് ഇങ്ങനെയൊന്നും അല്ല. ഞാൻ പാടുത്തരണ. പൊന്നു സോദര എന്തിനാ വേദന സഹിക്കണേ, മൊട്ട തൈലം വാങ്ങി തേച്ചോളി. വെയിറ്റ് ഒരു കോള് വരുന്നു, അത് ഞാൻ എടുത്ത് തേച്ചോട്ടെ. ഇവനായിരുന്നു. എന്താടാ ഞാൻ പോണു നിന്റെ ഒരു മാര് വർത്താനമൊക്കെ. എന്ത് നീ ഒരു കാര്യം ഓർക്കണം. ഇങ്ങനെ കിടന്ന് നീ ഇവിടെ നിന്ന് പാട്ട് പാടുമ്പോഴും നിന്നെ കിടന്ന് അവിടെ കിടന്ന് അഭ്യാസം അഭ്യാസമൊക്കെ കാണിക്കുമ്പോൾ നീ ഫലസ്തീനിലെ പിള്ളേരെ പറ്റി ഒന്ന് ഓർക്കണം. എടാ നീ എന്തിനാ എന്നെ ഓർപ്പിക്കുന്നത്? എനിക്കറിയാലോ നീ എന്നെ ഓർപ്പിക്കേണ്ട ഒരു ആവശ്യമൊക്കെ ഞാൻ സമ്മതിച്ചു. നീ പറയുന്ന പോലെ ഫലസ്തീൻ നമ്മുടെ മക്കളാണ്, ജനതയാണ്, സമുദായം എല്ലാം ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ എന്തിനാ അവരുടെ കാര്യം നോക്കുന്നത്? നീ പറയുന്ന പോലെ നീ എന്നാ പറയാ, ഞാനാണ് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഒരു ഇതെടുക്കാം, പ്ലെയിൻ എടുക്കാം, എന്നിട്ട് ഫലസ്തീനിലെ ആൾക്കാരെ പിടിച്ച് ഇങ്ങോട്ടുണ്ടായിരുന്നാ മതിയോ? അങ്ങനെയൊന്നും ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ എടാ നിന്നെ പോലുള്ള ഓരോരുത്തന്മാര് 4 ചുമരുകളുടെ ഏതൊരു മൂലയിൽ പോയി ദുആ ചെയ്തെന്ന് ഒരു പ്രയോജനം ഉണ്ടാ മുതലാ നിനക്ക് തോന്നുന്നുണ്ടോ? വെറും തോന്നലാ മോനെ. ഞാൻ പറയുന്നത് നമ്മളെപ്പോലുള്ള നാട്ടുകാര് തെരുവില് ഇറങ്ങി ഐക്യദാർഢ്യം സമർപ്പിച്ച് അതിനൂടെ വല്ല എന്തേലും ഉണ്ടാകത്തുള്ളൂ. എടാ അത് വേറെ തോന്നല. അപ്പൊ നീ പറയുന്നത് എന്താ? ഞാൻ ഫലസ്തീനിലെ ആൾക്കാരെ പാലൂട്ടി വളർത്തണമെന്നാണ് പറയുന്നത്. എനിക്ക് നാണുണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട്. എടാ നീ കാര്യം ഓർക്കണം. നിന്റെ ഇതിനൊക്കെ അവസാനം വരാൻ പോണ സംഭവം ഉണ്ട്, മരണോ അതിനേച്ചുള്ള ജീവിതം. നീ അത് ഓർത്തോ? എടാ അതെന്താ ഇപ്പൊ നീ എന്നെ ഓർപ്പിക്കുന്നത്? എനിക്കറിയാലോ. ഞാൻ 2 കാര്യം ഞാൻ പറഞ്ഞത്. നീ പറ. നല്ല കാശ് കൊടുത്ത് വാങ്ങിയ ബെഡില് കിടക്കണ പണക്കാരനും റോഡ് സൈഡിൽ കിടക്കണ പൈസ ഇല്ലാത്തവനും മരിച്ചു വീഴാൻ പോണ ഒരേ മണ്ണിലാണ്. വേറെ സംഭവം പറഞ്ഞുതരാം. ഇമാം തിർമിദി റിപ്പോർട്ട് ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പറഞ്ഞുകൂടാ? ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ദുനിയാവിൽ സ്വന്തം ഇച്ഛയെ പിടിച്ചു നിർത്തി ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അല്ല ഇതിപ്പോ എന്റെ ജീവിതത്തോട് എന്താ വെച്ചാ അത് ചക്കെന്ന് പറയും, മാങ്ങാന്ന് പറയുമ്പോ പഴം എന്ന് പറയുന്നത് എന്തൊക്കെ പറയുന്നേ? നിന്റെ ഈ പോക്ക് പോയിക്കാനാണല്ലോ നേരെ നിലമ്പൂർ റോഡിലോട്ട് എത്തും. അല്ല നരകത്തിലേക്ക് പോകേണ്ടി വരും മോനെ. അവിടെ എന്താ തിന്നാനും കുടിക്കാനും അൽഫാം ഷവർമ്മ ഒന്നും അല്ല. അവിടെ തിന്നാനായിട്ട് ഉണ്ടാവണത് മുൾച്ചെടിയും കുടിക്കാനായിട്ട് അവിടെ ഉള്ള വേർപ്പും പഴുപ്പും അതൊക്കെയാണ് നമുക്ക് കുടിക്കാനായിട്ട് ഉണ്ടാവണത്. പിന്നെ തല പൊട്ടിത്തെറിച്ചും കാലൊക്കെ ചെതറിപ്പോയി അങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടി വരണത്. അവിടെ കിടന്ന് നരകിക്കും നീ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ. നീ പറഞ്ഞൊക്കെ ശരി തന്നെ, പക്ഷെ എനിക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? സോറിയുടെ ഇനി അങ്ങനെ എന്തായാലും ഉണ്ടാകും. എന്നോട് സോറി ഒന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല എളുപ്പമായ പരിപാടി എന്താ അറിയോ? ഒന്നു കൊടുക്കാൻ 2 കാര്യം നിസ്കരിക്കുക, തൗബ ചെയ്യുക, അള്ളാഹ് പുറത്ത്. എനിക്കറിയാം എന്റെ ഈ നാശങ്ങൾക്കെല്ലാം കാരണം ഒരു സംഭവം ഉണ്ടാകും. എന്താ അറിയോ? ഇപ്പൊ കാണിച്ചു തരാം. അല്ല ഇതാ ഒരുത്തന് കൊടുക്കാനുള്ളതല്ലേ ഇത്? അതിനാലാണ് നിന്നോട് നേരത്തെ വേറെ തള്ളി കിട്ടിയത്. ആർക്കും കൊടുക്കാനുള്ളതൊന്നുമല്ല. ഇതാരാ വിളിക്കുന്ന? 2-3 വർഷം അവൻ തന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്ന പഠിച്ചോനെ. എടുത്തോക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കും. വിളിച്ചോക്ക്. അതിനൊന്നല്ല, എന്തെങ്കിലും കാര്യം ഉണ്ടാവും. വിളിച്ചോക്ക്. വിളിച്ചോക്കല്ലോ. നോക്ക്. ചെങ്ങായി. ഹലോ എടാ എന്ത് എന്തൊരു
ഫുആദ് സീരിയസ്ലി പറ, വെറുതെ ആളെ ചുതിക്കല്ലേ. ഫുആദ് എന്തു പറ്റി? എടാ വെക്കല്ല. ഫുആദ് ഫുആദ് എന്തു പറ്റി? ആര് പോയി? ആര്? കൂട്ടുകാരനാ? എവിടെ പോയി? മരിച്ചാ? പോട്ടേടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ഇബാദിയല്ലദീന ആമനൂ ഇന്ന അർളി واسعة فإياي فاعبدون كل نفس ذائقة الموت ثم إلينا ترجعون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത്, യാ വിശ്വാസികളെ, നിങ്ങൾ നമ്മെ ആരാധിക്കുവിൻ. കാരണം എന്റെ ഈ ഭൂമി വിശാലമാണ്. പിന്നീട് അല്ലാഹു തആല പറയുകയുണ്ടായി, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് തുമ്മ ഇലൈനാ തുർജഊൻ. നിങ്ങളെന്തായാലും മരണത്തെ, നിങ്ങളുടെ ശരീരം മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും.